ജോലി തരപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യനെ, ഈ കുവൈത്തിലുള്ള പയ്യനെ ഞാനാണ് ഗൾഫ് നാട്ടിൽ കൊണ്ടുവന്നത്. അപ്പോൾ 12 പേരെ ഞാൻ ഖത്തർ കാണിച്ചു കൊടുത്തു, 7 പേരെ ഞാൻ UAE നാട് കാണിച്ചു കൊടുത്തു. ഒരു രൂപ ഒരാളിൽ നിന്നും വാങ്ങിക്കാതെ തന്നെ ഞാൻ അത് ചെയ്തു. കാരണം അതെൻ്റെ ഒരു മനസ്സാണ്. ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ, അവർക്ക് ജോലി ചെയ്യാൻ അവർക്ക് മനസ്സുണ്ടെങ്കിൽ എന്ത് ജോലിയാണെങ്കിലും ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോട്ടെ. നമ്മൾക്ക് അവരെ കുടുംബത്തിന് നമുക്കൊരു 10 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചിലപ്പോൾ ഒരു 2-3 പ്രാവശ്യം ചിലപ്പോൾ നമുക്ക് കൊടുക്കുകയായിരിക്കും. പിന്നീട് നമുക്കൊരിക്കലും സംരക്ഷിക്കാൻ കഴിയില്ല. അത് നമ്മുടെ കുടുംബമായാലും ആരായാലും. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവർക്കൊരു ജോലി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും, നിങ്ങൾ സ്വന്തമായിട്ടൊരു ഷോപ്പോ കാര്യങ്ങളോ ഉള്ള ആളുകളാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഷോപ്പിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ എന്തെങ്കിലും ജോലി വേക്കൻസികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിലുള്ള പയ്യന്മാർ ജോലിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ജോലി തരപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് അതിനോടുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ദേഷ്യപ്പെടാതെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. കാരണം ആരും നമ്മുടെ ഒരു സാധാരണ ഒരു ഡയലോഗ് ഉണ്ട്, നമ്മുടെ ഉമ്മാടെ വയറ്റിൽ നിന്നും പഠിച്ചു വരുന്നതല്ല ഒരു കാര്യവും. അപ്പോൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറയും അവനക്ക് എന്ത് ജോലി അറിയാം, അവനക്കൊന്നും അറിയില്ല, പോടാ എന്നുള്ള ആ ഒരു രൂപത്തിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാഴ്ചപ്പാടിലൊന്നും കാണാതെ ആര് ജീവിക്കാൻ ശ്രമിക്കുക, അവർക്ക് ജോലി ചെയ്ത് മുന്നോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽപ്പെടുന്ന സ്ഥാപനങ്ങളിൽ മറ്റ് ജോലി ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഐഡിയാസ് പറഞ്ഞു കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുത്ത് ഒരു 4 ചക്ര വണ്ടിമേൽ കുറച്ച് ഫ്രൂട്ട്സ് വെച്ച് വിൽക്കാനുള്ള ആ ഒരു അവസരമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. തീർച്ചയായിട്ടും ഈ ലോകത്ത് ജീവിക്കുന്നതിൽ ഏറ്റവും ഉത്തമന്മാർ നിങ്ങൾ തന്നെയായിരിക്കും. കാരണം എന്നും ആ വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കും. കാരണം ആരാണ് എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത്, അതല്ലെങ്കിൽ എൻ്റെ ജീവിതം നല്ലൊരു രൂപത്തിലാക്കി മാറ്റാൻ ആ ഒരു ചുവടുവെപ്പ് ആരാണ് എനിക്ക് കാണിച്ചു തന്നത്, അവരെ കുറിച്ച് മരണം വരെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവരുടെ മക്കളോട് ഈ വിഷയങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും. കാരണം പറഞ്ഞാലും മതി തീരാത്ത ആ ഒരു സംഭവമാണത്. ഒരു ജീവിതം കെട്ടിപ്പടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ജീവിതത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ 10 രൂപ 100 രൂപ കൊടുത്താലൊന്നും അതൊരു ദാനല്ല. അപ്പൊ അത് മനസ്സിലാക്കുക. അതിന് പ്രത്യേക കൂലി കിട്ടും എന്നുള്ള ആ ഒരു ചിന്തയിലും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങളെ സഹോദരൻ എന്നുള്ള രൂപത്തിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ പ്രേം എന്ന് പറയുന്ന വ്യക്തി പിന്നീട് കുവൈത്തിൽ പോയി. കുവൈത്തിൽ അവൻ 5-6 വർഷത്തോളം കുവൈത്തിൽ നല്ല മാന്യമായിട്ടുള്ള ശമ്പളത്തോടു കൂടി അവൻ ജോലി ചെയ്തു. പിന്നീട് അവൻ UP നാട്ടിൽ വന്നു. എന്നെ പലതവണ വിളിക്കുകയുണ്ടായി. ഇപ്പൊ കഴിഞ്ഞ മാസം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഭയ്യ നീ UP വാ, ഫാമിലി ആയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു. അവന്റെ വീടൊക്കെ അവന് നല്ല സെറ്റപ്പിലാക്കി എടുത്തു. അപ്പോൾ വളരെ സന്തോഷമാണ്. അപ്പൊ ഞാൻ UP അതുപോലെ തന്നെ ബീഹാറിലുള്ള ആളുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് നമ്മളെ കയ്യിൽ നിന്നും ഒന്നും പോകുന്നില്ല. അപ്പൊ അറബി നമുക്കൊരു വിസ തരുന്നു. ഞാൻ അന്ന് ഇറാൻ സൂക്ക് വാഗഫിന്റെ ഉള്ളിൽ അവിടെ ഷോപ്പ് നടത്തിയിരുന്നതാ. അപ്പൊ ആ ഷോപ്പിൽ നമ്മുടെ സ്പോൺസറെ കാണാൻ വേണ്ടി വരുന്ന കിളവന്മാരായിട്ടുള്ള അറബികളാണ്. നമ്മുടെ ആ ഒരു സ്നേഹത്തിന്റെ ആ രീതികൾ കണ്ടപ്പോൾ അവർ പറഞ്ഞു, നിന്റെ അതേ രൂപത്തിലുള്ള നല്ലതുള്ള ആളുകളെ വേണമെന്നുള്ള രൂപത്തിൽ 2-3 സ്പോൺസർമാർ സമീപിച്ചു. അവരിൽ നിന്നാണ് എനിക്ക് 12 വിസ കിട്ടിയത്. അപ്പൊ അത് ഞാൻ അവിടെ അടുത്തുള്ള ഷോപ്പുകാർക്ക് കൊടുത്തു, 1-2 വിസ അങ്ങനെ കൊടുത്തു. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് കുറച്ച് ആളുകൾക്ക് കൊടുത്തു, അവരെയും കയറ്റി കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്. കാരണം ടിക്കറ്റ് നിങ്ങൾ നോക്കിക്കോ എന്നുള്ള ആ ഒരു വ്യവസ്ഥയിൽ. കാരണം നമ്മൾ വിസിറ്റിംഗ് അയച്ചു കൊടുക്കുന്നു. പിന്നീട് ഇവിടെ വന്നപ്പോൾ നമ്മൾ മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് ബോഡി ഫിറ്റ് ആണെന്ന് ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വിസ അടിച്ചു കൊടുത്തു. അങ്ങനെയാണ് ചെയ്തതൊക്കെ. അപ്പോൾ അതിൽ നിന്നൊന്നും നമ്മൾ 1 രൂപ മേടിക്കാനോ ഒന്നിനും നിന്നില്ല. നേരത്തെ എന്നോട് ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞ ആള് ഇങ്ങനെ റിവൻ്റായി പോയി. വിഷ്ണു ആർ, ഒരുപാട് ഇഷ്ടമായി. ഗോഡ് ബ്ലെസ് യു. പാട്ട് പാടുവാൻ മാത്രമായി ആഴ്ചയിൽ ഒരു ലൈവ് വെക്കാമോ? എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഞാൻ ഡെയിലി ഉണ്ട് വിഷ്ണു. പാട്ട് പാടാൻ മാത്രമായിട്ടല്ല, അങ്ങനെ വെറുതെ ഒരു രസം അത്രേ ഉള്ളൂ.
പഠിക്കുവാനുള്ള കൊണ്ട് പോകുന്നു. ഈ ചാനൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വിഷ്ണു. നമ്മൾ മറ്റൊന്നും ആഗ്രഹിച്ചു കൊണ്ടല്ല ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ചെറിയ ചെറിയ ന്യൂസുകളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവരും ഇപ്പോൾ ഈ ടി വിയുടെ മുമ്പിൽ പോയിരുന്നിട്ട് ന്യൂസൊന്നും കാണൂല. അപ്പോൾ മൊബൈൽ യുഗമാണ്. അപ്പോൾ മൊബൈൽ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ എൻ്റെ മുഖം കാണും. എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് ഒന്ന് കേൾക്കാൻ മനസ്സ് കാണിക്കണം. ഞാൻ ആരെയും ഉപദ്രവിക്കാനും വേണ്ടിയിട്ടുള്ള രൂപത്തിലല്ല ചാനൽ തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ജാമിദ ടീച്ചറുടെ ഹസ്ബൻഡാണോ? അതെ അതെ, ജാമിദ ടീച്ചറുടെ ഹസ്ബൻഡാണ്. എന്താണ് എടച്ചാന കുൻകൻ നേരെന്തോ എന്തോ ഒരു പേര്, എന്തോ ആവട്ടെ, ആ ബ്രദറിൻ്റെ ഇഷ്ട രീതിയിലുള്ള പേരായിരിക്കും. അപ്പോൾ ആ ബ്രദറിന് അതൊരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ചോദിച്ചതിൽ നിങ്ങൾക്ക് തെറ്റിയില്ല, സംഭവം ശരിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ചിന്തിച്ചു വെച്ചിട്ടുള്ളത് ഒരു വിഭാഗം വിചാരിച്ചാൽ മാത്രം ആ വിഭാഗം ഇങ്ങനെ സഞ്ചരിക്കുമെന്ന ഇല്ല, രണ്ട് കൈ കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ മതവിഭാഗക്കാരും ഒരുമിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. അതുപോലെ ഇപ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടുന്ന അമ്പലത്തിലേക്കുള്ള സംഭവങ്ങളാണെങ്കിലും മുസ്ലിങ്ങളുടെ കൈകളും അതിൻ്റെ ഉള്ളിലുണ്ട്. ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളിലും ഓരോ പ്രതിമകളിലും മറ്റൊക്കെ ആയിട്ടും അവരുടേതായിട്ടുള്ള വിയർപ്പും അതിലുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം പള്ളികൾ നിർമ്മിക്കുന്ന സമയം ആ ഒരു പെയിന്റ് പണിക്കാരായിട്ടും സിമന്റ് പണിക്കാരായിട്ടും കല്ല് പണിക്കാരായിട്ടും വാർപ്പിന്റെ പണിക്കാരായിട്ടും അതിലും ഹിന്ദുക്കളുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ച് നിർമ്മിക്കുന്ന സമയവും ഇതുപോലെ തന്നെ എല്ലാ വിഭാഗക്കാരും പല രീതിയിലുള്ള വർക്കുകൾ എടുത്ത് ആ സംഭവത്തെ സംഭവമാക്കിയെടുക്കുന്നത് എല്ലാ മതസ്ഥരും ചേർന്ന് കൊണ്ട് തന്നെയാണ്. അപ്പോൾ പിന്നീടാണ് ഈ വിഭജിക്കുന്നത്. നീ ആ വിഭാഗമല്ലേ, നീ ഈ വിഭാഗമല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയൊന്നും കാണേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, എനിക്കൊരു 45 വയസ്സ്, ഇനി 120 വയസ്സ് എന്നാണ് ഒരു മനുഷ്യന്റെ ആയുസ് പറയുന്നത്. 120 വയസ്സ് വരെ ഒന്നും ഈ കാലഘട്ടത്തിലുള്ള ഇപ്പോൾ ഈ 80കളിൽ അതല്ലെങ്കിൽ 75-ന് ശേഷം ജനിച്ച ആളുകളൊന്നും 100 വയസ്സ് വരെ ഒന്നും ആരും ജീവിക്കില്ല. അപ്പോൾ ഒരു 70 75 വയസ്സ് അത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും മണ്ണായി പോകും. കാരണം നമ്മൾ വന്ന സ്ഥലത്തേക്ക് എന്തായാലും നമ്മൾ പോകുന്നില്ല. നമ്മൾ ജനിച്ച് വീണു ആ മണ്ണിൽ തന്നെയാണ് നമ്മൾ പിന്നീട് എന്താവുന്നത്, ലയിച്ചു പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു അടി താഴ്ചയിൽ നമ്മുടെ മുഖം ഒന്ന് പൂഴ്ന്നു കഴിഞ്ഞാൽ തീരാവുന്ന ലോകമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ചിന്ത വേണം. നമ്മുടെ മൂക്ക് ഒന്ന് കറക്റ്റായിട്ട് മണ്ണിൽ നിലം പൊത്തി ഒരു 3 മിനിറ്റ് നമ്മൾക്ക് ആ ബോധം തെളിയാത്ത രൂപത്തിൽ കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മരണപ്പെട്ടു പോകും. അപ്പോൾ നമ്മളെ ആയുസ് എന്തായാലും പക്ഷികളോളം എത്തില്ല. അങ്ങനെയാണ് മനുഷ്യന്റെ ആയുസ്. കാക്ക എന്ന് പറയുന്നത് ഭയങ്കര ആയുസ്സുള്ള സാധനമാണ്. ഒരുപാട് ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ 500 വർഷവും അതുപോലെ അങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുന്ന സാധനമാണ് അത്ര. ഇതിന് മരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് സ്വയം സൂസൈഡ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് അത്ര കാക്കയുടെ സ്വഭാവം. കാരണം കാക്ക എവിടെയെങ്കിലും ഈ ഇലക്ട്രിക് പോസ്റ്റുമിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് കാക്ക ചത്ത് കിടക്കുന്നതായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ കാക്ക അത് പല ഭാഗങ്ങളിലായിട്ട് മരിച്ചു കിടക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു രീതി വേറെയാണ്. അപ്പോൾ മനുഷ്യൻ അങ്ങനല്ല. മനുഷ്യൻ എവിടെ വീണ് കഴിഞ്ഞാലും ഈ പലരും നമ്മളെ ഓടി വന്ന് താങ്ങും. അവിടെ മതമോ അതല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കൂല. പല ആക്സിഡന്റിൽ ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളൊക്കെ വഴിയിൽ നിന്ന് പലരെയും എടുത്ത് വാഹനത്തിൽ വെച്ചു കൊടുക്കുന്ന ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്തതൊക്കെ ചെയ്ത് എന്ന് തന്നെ പറയണം. കാരണം അത് നമ്മളെ ഒരു കഴിവായിട്ടൊന്നും കാണരുത്. കാരണം നമ്മളൊരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള ഒരു വ്യക്തി വഴിയോരങ്ങളിൽ കിടക്കുന്നത് നമ്മളെ ദൃഷ്ടിയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും അവിടെ കേസോ പോലീസോ പുലിവാലോ ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കില്ല. തീർച്ചയായിട്ടും അയാളെ എത്തിക്കാനുള്ള
ഹോസ്പിറ്റൽ സംവിധാനം തന്നെ നമ്മൾ തേടും. അതിനുശേഷം വന്നോടത്ത് വെച്ച് കാണാം എന്ന് തന്നെ നമ്മളും വിചാരിക്കുള്ളൂ. അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എൻ്റെ ഡ്രസ്സൊക്കെ പല തവണ ആയിട്ട് ഇതേപോലെ റോഡരികിൽ ആക്സിഡൻ്റ് ആയിട്ട് കിടന്ന ആളുകളെയൊക്കെ താങ്ങിയിട്ട് ഡ്രസ്സൊക്കെ കേടുവന്ന് പോയിട്ടുണ്ട്. അതൊന്നും നമുക്ക് വിഷമല്ല. കാരണം നമ്മൾ എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് മരിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എൻ്റെ ലൈവ് വീക്ഷിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക്സ്. ഇനിയും ഞാൻ ലൈവിൽ വരും. ഞാൻ ദിവസവും ലൈവ് വെക്കുന്നുണ്ട്. ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. പല ആൾക്കാരുമായിട്ടും ഇതുപോലെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കാം. ചില ആളുകൾ കമൻറ്റിൽ വന്നിട്ട് ചീത്ത പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒരു വ്യക്തി ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ സിദ്ധരാമയ്യ എന്ന് പറയുന്ന ആ ഒരു കർണാടക സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി പുറപ്പെടുവിച്ച ആ ഒരു സ്വദേശിവൽക്കരണത്തിൻ്റെ ആ ഒരു ഭാഗമായിട്ട് ആ ഒരു സംഭവം നിലവിൽ കൊണ്ടുവന്നു. അത് രാജ്യത്തിന് വലിയ പ്രശ്നമുണ്ടാകും എന്ന് കണ്ടപ്പോൾ ആ സംഭവം എന്ത് ചെയ്തു? ഉടനെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ അത് മരവിപ്പിച്ചു. അപ്പോൾ ന്യൂസ് വന്നപ്പോൾ നമ്മൾക്കത് ആകെ വിഷമായി പോയി. കാരണം കർണാടകയിൽ ബാംഗ്ലൂർ നഗരത്തിൽ തന്നെ 8 ലക്ഷത്തിന്റെ മേലെ ആളുകൾ ഉണ്ട് എന്നാണ് അറിവ്. അതുപോലെ തന്നെ മൊത്തം കർണാടകയിൽ 15 ലക്ഷത്തിന്റെ മേലെ മലയാളികൾ ഉണ്ട് എന്നാണ് അറിവ്. അപ്പോൾ അവരൊക്കെ ഓരോ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒന്നുമല്ലാണ്ടായി മാറുകയാണ്. സൗദി അറേബ്യയിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, അതും ഈ കേരളത്തിന്റെ പോലെ ഒരു സ്റ്റേറ്റിലാണ് ഈ സംഭവിക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തികളും അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും പല ഭാഗങ്ങളിലും ഷോപ്പും അതും ഇതൊക്കെ നടത്തുന്നുണ്ട്. അതിന് ആർക്ക് നേരെയും തടയിടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോ ആളുകളും അവരുടെ അന്നം തേടി പല നാടുകളിലും സഞ്ചരിക്കുന്നു, ഓരോ സ്ഥാപനങ്ങൾ ഇടുന്നു, വീടുകൾ വെക്കുന്നു. അതൊക്കെ നമ്മുടെ ഒരു സ്വാതന്ത്ര്യമാണ്. നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയിൽ എവിടെയും നമുക്ക് എന്ത് സംരംഭം തുടങ്ങാനുള്ള ആ ഒരു അവകാശവുമുണ്ട്. അതുപോലെ തന്നെ ആ നാട്ടിൽ നമുക്ക് വീട് വെക്കാനും അതുപോലെ സ്ഥാപനങ്ങൾ വാങ്ങിക്കാനും അതിൻ്റെ എല്ലാ നിയമ സംവിധാനങ്ങളും ഒക്കെ ഒരേപോലെ തന്നെയാണ്. അവിടുത്തെ മെയിനായിട്ടുള്ള ഗവൺമെൻറ് സ്ഥാപനം ആ ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒട്ടുമിക്ക ആളുകളുടെ സ്ഥാപനങ്ങളും മറ്റൊക്കെ ഒറ്റ സെക്കൻഡിൽ ആ നാട്ടിലുള്ള ആളുകൾക്ക് പിടിച്ചടക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് സിദ്ധരാമയ്യ പുറപ്പെടുവിച്ച ആ ഒരു സംഭവം. അത് മണിക്കൂറുകൾക്കുള്ളിൽ എന്തായി? അത് നിർവീര്യമാക്കി കളഞ്ഞു. കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ആ ഒരു കണ്ണ് എന്ന് പറയുന്നത് കേരളത്തിലേക്കാണ്. കാരണം അവിടെ സിദ്ധരാമയ്യ ആ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മലയാളികൾ കേരളത്തിൽ വന്നു. അപ്പോൾ പല ആളുകളും പല നാടുകളിലുള്ള ആളുകളും ഉണ്ടാവും. അപ്പോൾ സ്വയം അവർ പറയുമല്ലോ, ആ നാട്ടിൽ നിൽക്കാൻ പോലും ഇടം കൊടുക്കാതെ സ്വന്തം നാട്ടിലേക്ക് ഓടിച്ച നിങ്ങൾക്കാണോ ഞങ്ങൾ വോട്ട് തരുന്നത് എന്നുള്ള ആ ഒരു സംഭവം വരും. അത് ഭയപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു? മണിക്കൂറുകൾക്കുള്ളിൽ ആ ഒരു സിദ്ധാന്തം അങ്ങനെ റദ്ദാക്കി. അപ്പോൾ ഒരുത്തം വന്നിട്ട് എന്നോട് ഇത് നിർത്തലാക്കിയില്ലേ, കമന്റ് ബോക്സിൽ വന്നിട്ടാ പറയുന്നത്, നിർത്തലാക്കിയില്ലേ, പിന്നെ എന്തിനാണ് ഈ വീഡിയോ ചെയ്ത് ഇതാക്കിയിട്ടുള്ളത്? അപ്പൊ ഞാൻ ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ആ സംഭവം പുറപ്പെടുവിച്ച സമയം തന്നെയാണ് ഞാൻ അനൗൺസ് ചെയ്തത്. അതിനുശേഷം അവിടെ അത് ഇന്ത്യൻ നിയമ സംവിധാനത്തിന് ഏറ്റവും വലിയ കോട്ടം സംഭവിക്കും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുണ്ടായപ്പോൾ അത് റദ്ദാക്കി. അത് എനിക്കും അറിയാം ബായ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ കുറച്ച് തെറി പറഞ്ഞിട്ടുള്ള രൂപത്തിലാണ് തുടക്കം വെച്ചത്. അതുപോലെ ഞാനും അതുപോലെ ചിരിച്ച രൂപത്തിലുള്ള ഒരു മറുപടി ഞാനും കൊടുത്തു. അപ്പൊ ഇതൊക്കെയാണ് ചില ആളുകളുടെ കാഴ്ചപ്പാട്. ആരെയും വിലയിരുത്തിക്കൊണ്ട് ഒരു കാര്യവും എതിർത്ത് സംസാരിക്കരുത്. കാരണം ഞാൻ സ്വയം പടച്ചു വിടുന്ന ന്യൂസുകളോ കാര്യങ്ങളോ ഒന്നുമല്ല, ഓൺലൈനിൽ നിന്നും എടുത്ത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഒരു സംസാര ശൈലിയിലൂടെ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നു. ചെറിയ അക്ഷരപ്പിഴവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ അത്രയും വലിയ ഒരു ന്യൂസ് റീഡർ ഒന്നല്ല, ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു പ്രവാസി മലയാളിയാണ് ഞാൻ.
അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ആ ഒരു ശൈലിയിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ആ ന്യൂസുകളൊക്കെ എത്തിച്ചു തരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ ബൈ. ലൈവ് അവസാനിപ്പിക്കും. എൻ്റെ ശബ്ദമൊക്കെ ഇതായി പോകുന്നു.